നമസ്കാരം. ചില ആളുകൾ പറയും ഡിസംബർ മാസത്തിൽ വണ്ടി വാങ്ങുന്നതാണ് നല്ലത്. ചില ആളുകൾ പറയും അങ്ങനെയല്ല. എന്നാൽ എല്ലാ കാര്യങ്ങളെയും പോലെ ഡിസംബർ മാസത്തിൽ വണ്ടി വാങ്ങുമ്പോഴും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതിൽ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ കൂടുതൽ നമുക്ക് നോക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എല്ലാ വണ്ടികൾക്കുമുള്ള ഓഫർ പോലെ കിയ സെൽറ്റോസിന് ഈ മാസം ഓഫറുണ്ട്. ഇതിനൊക്കെ ഏറെക്കുറെ 2,70,000 രൂപയ്ക്ക് ഓഫറുണ്ട്. അതിനായിട്ട് ഷോറൂമുകളൊക്കെ സന്ദർശിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഡിസംബറിൽ വണ്ടി വാങ്ങാനുള്ള ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. വരും. ആദ്യം എന്തുകൊണ്ടാണ് ഡിസംബറിൽ വണ്ടികൾക്ക് ഓഫറെന്ന് ലളിതമായിട്ടൊന്ന് നോക്കാം. ഇയർ എൻഡിങ് ആണ്. അപ്പോൾ സ്റ്റോക്കിൽ കുറച്ച് വണ്ടികളുണ്ടാവും. ആ വർഷം നിർമ്മിച്ച വണ്ടികളാണ്. അത് ആ വർഷം തന്നെ തീർത്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ലതാണ്. അതുകൊണ്ട് കൂടിയാണ് അവർ ഈ ഒരു ഓഫറുകളൊക്കെ ശരിക്കും തരുന്നത്. ഇപ്പോൾ വർഷത്തിലേക്ക് പോകണ്ട, മാസാവസാനം തന്നെയും ടാർഗറ്റ് തേക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവുകൾ ആവശ്യത്തിലധികം ഓഫറുകൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ വണ്ടി വാങ്ങുന്ന പോലെ തന്നെ മാസാവസാനം പോയി വണ്ടി വാങ്ങാൻ നോക്കുമ്പോഴും നമുക്ക് ചെറിയ ലാഭമൊക്കെ കിട്ടും. എന്തായാലും ഈ കാര്യങ്ങളിലെ ഗുണങ്ങളിലേക്ക് പോകാം, അതിന് കൂടെ ദോഷങ്ങളിലേക്ക് പോകാം. ആദ്യം ദോഷങ്ങളിൽ നിന്ന് തുടങ്ങാം, എന്നാലേക്ക് നിങ്ങളെ വീഡിയോയുടെ അവസാനം വരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഗുണങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ദോഷങ്ങളിൽ ആദ്യം എന്ന് പറയുന്നത് പുതുവർഷം പഴയ കാർ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങുന്നു, ഡിസംബറിലാണ് വാങ്ങുന്നത്. ഡിസംബറിൽ വാങ്ങിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വരെ 6 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ടെമ്പററി വെച്ചിട്ട് 6 മാസം വരെ നമുക്ക് വണ്ടി ഓടിക്കാം. ആ ഒരു നമ്പറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തിൽ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പുതിയ വർഷം ഇപ്പോൾ 2024 വാങ്ങുന്ന വണ്ടി 2025 നമ്പറൊക്കെ കിട്ടും. പക്ഷേ സ്റ്റിൽ നമ്മുടെ അകത്തൊരു ഫീൽ ഉണ്ടാവും, ഇത് കഴിഞ്ഞ വർഷത്തെ വണ്ടിയല്ലേ. ആ ഫീൽ ഒരു ദോഷമായിട്ട് കാണാം. കാരണം നമുക്ക് എപ്പോഴും വണ്ടി കാണുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ RC ബുക്ക് നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഫോർഡ് ഫിഗോ ആസ്പയർ വാങ്ങിയ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഞാനത് വാങ്ങുന്നത് 2016 ഡിസംബറിലാണ്. സംഗതി ജനുവരിയിലാണെങ്കിൽ ഡെലിവറി കിട്ടിയത്, പക്ഷേ ഡിസംബറിലാണ് വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി തത്വത്തിൽ 2016 ആ ഒരു മോഡലും 17 രജിസ്ട്രേഷനുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യത്തെ ദോഷം, നമ്മുടെ മാനസിക സംഘർഷം. പഴയ മോഡൽ കാർ പുതിയ വണ്ടിയിൽ അല്ലെങ്കിൽ പുതിയ വർഷത്തിൽ. വണ്ടി വാങ്ങുന്നത് വിൽക്കാനല്ല എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രശ്നമാണ് റീസെയിൽ വാല്യൂ. അപ്പോൾ പലരും വിളിച്ചു ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ വണ്ടി വാങ്ങിയാൽ റീസെയിൽ വാല്യൂ കിട്ടുമോ, ആ വണ്ടി വാങ്ങിയാൽ കിട്ടുമോ. അപ്പോൾ ഇയർ എൻഡ് വണ്ടി കൂടി ആകുമ്പോഴോ വണ്ടി വാങ്ങാൻ വരുന്നവർ RC ബുക്ക് നോക്കിയിട്ട് ആദ്യം പറയുന്ന വിലപേശൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് പഴയ വണ്ടിയല്ലേ എന്നുള്ളതാണ്. കാരണം അവർ നോക്കുമ്പോൾ മാനുഫാക്ചറിങ് പഴയതാണ്, പക്ഷേ രജിസ്ട്രേഷൻ പുതിയതാണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ 10,000 25,000 ആ ഒരു കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. അപ്പോൾ റീസെയിൽ വാല്യൂവിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു കാര്യത്തിന് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ആ കാര്യത്തിൻ്റെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ഗുണങ്ങളുണ്ട്, അത് വഴിയെ പറയാം. അടുത്ത പ്രശ്നം കിട്ടിയത് വാങ്ങേണ്ടി വരിക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, കിട്ടിയത് വാങ്ങേണ്ടി വരിക എന്ന് പറയാനും എനിക്ക് എക്സാമ്പിൾ പറയാനുണ്ട്. മൈ ജിംനി. ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു സീറ്റ ഓട്ടോമാറ്റിക് വാങ്ങിയത്? അത്രയും ഓഫറിൽ, അത്രയും ലാഭത്തിൽ എനിക്ക് വേറെ ആ ഒരു മോഡൽ കിട്ടില്ല. ആൽഫയിലേക്ക് മാറാൻ വീണ്ടും ഞാൻ കൂടുതലായിട്ട് കാശ് കൊടുക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. അതായത് കളറ്, വേരിയൻറ്റ്, ആ ഒരു വണ്ടിയുടെ ഡീസൽ പെട്രോളുള്ള മോഡലുകളെല്ലാം ഡിപ്പെൻഡൻ്റ് ആവും ആ ഒരു ഓഫറിന് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കിട്ടിക്കൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി പറയാം, എനിക്ക് കുറേ നഷ്ടങ്ങളാണല്ലോ, എന്തായാലും പറയാം. അതായത് ആസ്പെയർ ഞാൻ ഉദ്ദേശിച്ചത് ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ ബ്ലാക്ക് കളർ ആവണമെങ്കിൽ അടുത്ത വർഷമാവുമായിരുന്നു. അപ്പോൾ 40,000 രൂപ വില കൂടും. ആ ഒരു വില കൂടുതലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡിസംബറിൽ ഗ്രേ വണ്ടി വാങ്ങിയത്. കളർ എപ്പോൾ വേണമെങ്കിൽ മാറ്റാമല്ലോ. പക്ഷേ ജിംനി ആ ഒരു സീറ്റ വാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ആൽഫ ആ ഒരു ഓഫറിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. സംഗതി ചാവിട്ട് തിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഹെഡ് ലാമ്പ് ആ ഒരു സാധാ ഹെഡ് ലാമ്പാണ് ഇഷ്ടം. പക്ഷേ ആൽഫ കിട്ടിയിരുന്നെങ്കിൽ വാങ്ങാൻ എന്താ കുഴപ്പം? ഇത്തിരി വ്യത്യാസമല്ലേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രശ്നം ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വേരിയൻറ്റോ നമുക്ക് ഇഷ്ടപ്പെട്ട കളറോ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മോഡലിൻ്റെ ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. ഇനിയുള്ളത് വലിയ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല. ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ജനറേഷൻ ചേഞ്ച് തന്നെയോ ആ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഹോണ്ട അമേസ് പുതിയത്. ഇപ്പോൾ ഡിസംബറിൽ നമ്മൾ ഓഫറിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ മോഡലേ കിട്ടൂ. ഇപ്പോൾ അമേസ് മാത്രമല്ല, ആ ഒരു ഡിസൈറിനും അത് തന്നെ സംഗതി. പുതിയ ജനറേഷൻ വണ്ടി കിട്ടില്ല. അപ്പോൾ നമ്മൾ പഴയതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാഭത്തിന് വേണ്ടി പഴയത് വാങ്ങുന്നത് നല്ലതാണോ? എനിക്ക് തോന്നുന്നു ജനറേഷൻ ചേഞ്ചോ അല്ലെങ്കിൽ മോഡൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ലാഭം നോക്കണ്ട, പുതിയത് വാങ്ങുമായിരിക്കും നല്ലത്. അണ്ടിൽ അൺലെസ് രണ്ടും കൂടി തോൾ ചേർന്ന് വിൽക്കുന്നില്ലെങ്കിൽ അതും പറയാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു മോഡൽ മാറി അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ മാറി എന്നുള്ള കാര്യം നമുക്ക് ബാധിക്കും. നമുക്ക് കിട്ടുന്ന വണ്ടി പഴയതായിരിക്കും. നമ്മൾ റോട്ടിൽ രജിസ്റ്റേർഡ് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ അയ്യോ ഇത് പഴയ വണ്ടിയാണല്ലോ എന്ന തോന്നലുകൾ ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ നമുക്കതൊരു പ്രശ്നമല്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നമായിട്ട് കാര്യമില്ല. അതൊരു വിഷയമേ അല്ല, അതൊരു ഗുണമല്ലേ. അപ്പോൾ ഇനി ഗുണങ്ങൾ പറയാം. ആദ്യമേ പറയട്ടെ, ദോഷങ്ങളേക്കാൾ ഗുണങ്ങളാണ് കൂടുതൽ. ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഓഫേഴ്സ് ഓഫേഴ്സ് ഓഫേഴ്സ്, ആ ഒരു KGF ഡയലോഗിനൊന്ന് മനസ്സിൽ വെച്ചോ. എക്സ്ചേഞ്ച് ബോണസ്, കോർപ്പറേറ്റ് ഓഫർ,
ക്യാഷ് ഡിസ്കൗണ്ട്, ആ ഓഫർ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതെല്ലാം നമുക്ക് മേടിയെടുക്കാം അല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സെൽറ്റോസ് 260 വരെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, അതെങ്ങനെ അറിയോ? കമ്പനിക്ക് എന്തായാലും ആ ഒരു വർഷത്തെ വണ്ടി വിറ്റഴിക്കണം, അതിനുവേണ്ടി ഒരു മാക്സിമം ഓഫർ കൊടുക്കും. പിന്നെ സെയിലിൽ കുറച്ച് ഇടിവുണ്ടെങ്കിലും നല്ല ഓഫർ കൊടുക്കും. മോഡൽ അത്ര പോപ്പുലർ അല്ലെങ്കിലും നല്ല ഓഫർ കൊടുക്കും. അപ്പോൾ നമുക്കൊരു വണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ ഡിസംബറിൽ വാങ്ങാതെ ഏറ്റവും കൂടുതൽ ഓഫറിൽ വാങ്ങാമെന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം എക്സ്ചേഞ്ച് ബോണസിന് വേണ്ടി വാശി പിടിക്കാം, വാറൻറ്റിക്ക് വേണ്ടി വാശി പിടിക്കാം, ഇൻഷുറൻസിന് വേണ്ടി വാശി പിടിക്കാം. അങ്ങനെ നമുക്ക് ആവുന്ന ഓഫറുകളൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ള ഗുണം ഡിസംബറിൽ വണ്ടി വാങ്ങുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മോഡൽ ചേഞ്ചോ അല്ലെങ്കിൽ ജനറേഷൻ ചേഞ്ചോ ഒന്നും ഇല്ലെങ്കിൽ ആളുകളെ ബോധിപ്പിക്കാനും പഴയ വണ്ടിയോട് കുഴപ്പമൊന്നുമില്ല. ഡിസംബറിൽ വണ്ടി വാങ്ങിയാൽ നിങ്ങൾ ജനുവരി രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അത് പുതിയ വണ്ടിയായി തന്നെയാണ് ആളുകൾക്ക് കാണാൻ പറ്റുക. ആ ഒരു പുതുമയുണ്ടാകും, ആ ഒരു പുതിയ നമ്പർ ഉണ്ടാകും, ആ ഒരു കാഴ്ചയ്ക്ക് പുതിയ വണ്ടിയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വണ്ടി കിട്ടിയത് നല്ല ലാഭത്തിലാണ് എന്നുള്ളതാണ്. കൂടാതെ ആക്സസറീസ് നെഗോഷിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഓഫറിൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകളാണ് എന്നുള്ളതാണ്. ഇനിയുള്ള ഇന്നത്തെ ഒരു കണ്ടീഷനിലെ കാര്യം എടുത്താൽ അടുത്ത വർഷം എന്തായാലും വണ്ടികൾക്ക് വില കൂടും. ഇപ്പോൾ മാരുതി സ്വിഫ്റ്റിന് 30 വരെയൊക്കെ വില കൂടുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു വിലക്കുറവ് നമുക്ക് ലാഭിക്കാമെന്നുള്ള കാര്യം ഈ റെൻറ്റിൽ വാങ്ങിയാനുള്ള ഗുണമായിട്ട് കാണാം. ഇപ്പോൾ വണ്ടിയുടെ വിലയിൽ തന്നെയുള്ള കുറവ്, അതിൻ്റെ കൂടെയുള്ള ഓഫറുകൾ, അങ്ങനെയുള്ള എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വർഷം തുടക്കത്തിൽ വാങ്ങുന്നതിനേക്കാൾ മികച്ച ലാഭത്തിൽ ഈ ഒരു വർഷം വണ്ടി വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ അധികം ഗുണങ്ങളും കുറേ അധികം ദോഷങ്ങളും എല്ലാ കാര്യങ്ങളെയും പോലെ ഡിസംബറിൽ വണ്ടി വാങ്ങുമ്പോഴുണ്ട്. പക്ഷേ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്നു ഡിസംബറിൽ വണ്ടി വാങ്ങുന്നത് നല്ല കാര്യമാണ്. അതായത് അതിൻ്റെ ആ ഒരു ലാഭം നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞില്ലേ, 25,000 30,000 ഒക്കെ ഡിസ്കൗണ്ട് വരും, അല്ലെങ്കിൽ ആ ഒരു നെഗോഷിയേഷൻ വരും ആ ഒരു വണ്ടി വാങ്ങാൻ വരുന്ന ആളുകളിൽ നിന്ന് എന്നെടുത്താലും നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് റീസെയിൽ വാല്യൂ ഒരു പ്രശ്നമല്ല. പിന്നെ ആളുകളുടെ മുന്നിൽ വണ്ടി കാണിക്കുന്നത് പുതിയ നമ്പറാണ്, അതും ഒരു വിഷയമല്ല. ജനറേഷൻ ചേഞ്ച് ഇല്ലെങ്കിൽ അതേ വണ്ടി തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്, അതൊരു കുഴപ്പമില്ല. അപ്പോൾ ഗുണങ്ങളാണ് ദോഷങ്ങളെക്കാളും ഈ റെൻറ്റിൽ വണ്ടി വാങ്ങുന്നത് എന്നുള്ളതാണ്, ഈ റെൻറ്റിൽ വണ്ടി വാങ്ങുന്നുള്ള ആ ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അതേ ഉള്ളൂ. നിങ്ങളെന്തായാലും വണ്ടികളൊക്കെ ഒന്ന് ഓടിച്ചു പോയിക്കോളൂ, വണ്ടികൾ മേടിച്ചോളൂ. മാസത്തിൽ ഇനി അധിക ദിവസങ്ങളില്ല, ബുക്ക് ചെയ്തോളൂ, വാങ്ങിക്കോളൂ. ഡിസംബറിൽ വണ്ടി വാങ്ങിയാൽ നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇയർ എൻഡിൽ വണ്ടികൾ വാങ്ങിയാലുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന സോണറ്റാന്ന് വിചാരിക്കാം, ഈ ഓഫറൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ സെൽറ്റോസ് മേടിക്കാം. അതുപോലെ വേരിയൻറ്റുകളിലും ആ ഗുണമുണ്ട്. ഇപ്പോൾ ബേസ് മോഡലാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇയർ എൻഡ് ഓഫറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡ് മോഡൽ മേടിക്കാൻ പറ്റും. അപ്പോൾ തത്വത്തിൽ നമ്മൾ വണ്ടി വാങ്ങുന്നത് ആ ഒരു ഡിസംബർ മാസത്തിലാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ കൂടിയ വണ്ടി വാങ്ങാന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മോർ കാർ പെർ കാർ എന്നുള്ള ഇന്ത്യയുടെ പരസ്യം പോലെ അതൊരു വലിയ കാര്യമായിട്ട് കാണാവുന്നൊരു കാര്യമാണ്. അതല്ലെങ്കിൽ ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ആകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ ഒരു ബേസ് മോഡലിലേക്കോ അതല്ലെങ്കിൽ കുറച്ചുകൂടി താഴ്ന്ന മോഡലിലേക്കോ ആ ഒരു വാങ്ങൽ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതും ഒരു വലിയ ഗുണങ്ങളിൽ പെടുന്ന കാര്യമാണ് ഈ ഒരു ഇയർ എൻഡിൽ വണ്ടി മേടിച്ചാൽ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ ഡിസംബറിൽ വണ്ടി വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ 2 വണ്ടിയും ഓഫറാണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് പറയാൻ ആ ഒരു ഗുണങ്ങൾ അനുഭവിച്ച ആളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ ഉള്ളൂ.